കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു ട്രിപ്പ് പോയി. അതിനുശേഷം ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്യാപ്ഷനായിട്ട് കൊടുത്ത ആ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് വട്ടായി എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ താഴെ ഇങ്ങനെ വട്ടായി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറേ സ്റ്റാറ്റസ് റിപ്ലൈ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇതെന്താ ഈ സ്ഥലപ്പേരാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഏതാണ് ആ സ്ഥലം? ജില്ലയും കൂടെ പറഞ്ഞോളൂ. ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ് വട്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കോട്ടയത്തെ കുറിച്ചാണ്. കോട്ടയം ജില്ലയിൽ തന്നെ വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെടുന്ന ഡിഫറെന്റ് സ്ഥലങ്ങളുണ്ട്. കേൾക്കണോ മുനുമോക്ക്? ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു കുറിപ്പ് തന്നെയുണ്ട്. പരിപ്പ് അത് വെക്കാൻ തിരുവാർപ്പ്, നോൺ വെജ് വേണമെങ്കിൽ കുറിച്ചി, അത് പൊതിഞ്ഞു കിട്ടുന്നത് പൊതി, ഇത് കറി വെക്കാൻ ചെമ്പ്, മെഡിക്കൽ കോളേജ് വഴി കല്ലറ. ഇങ്ങനെ ഞെട്ടിക്കുന്ന സ്ഥലപ്പേരുകളുണ്ട് നമ്മുടെ കോട്ടയത്ത്. തീർന്നിട്ടില്ല കേട്ടോ. ദേവലോകവും കുറ്റിപ്പടിയും കൂടെ അച്ഛൻപടിയും അപ്പച്ചിപ്പടിയും ഉള്ള നാടാണ് കോട്ടയം. പിന്നെ മോസ്കോ, വത്തിക്കാൻ, അങ്ങനെ തുടങ്ങുകയാണ് കോട്ടയം ജില്ലയിലെ സ്ഥലങ്ങളുടെ പേര്. ഈ മോസ്കോന്റെ ഇത് ഞാൻ മറക്കില്ല കാര്യം. കാരണം ഞാൻ റേഡിയോയിൽ വന്നിട്ട് ആദ്യത്തെ ആ ഒരു നാളുകളിൽ നമ്മുടെ ഒരു കോളർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മോസ്കോയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് റഷ്യയിൽ നമ്മളുടെ ഏതൊരു കോളറാണ് റഷ്യയിൽ നിന്നാണ് വിളിക്കുന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബസ്സിന്റെ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാണ് മോസ്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ കിളിപോയി, ഇവിടെ മോസ്കോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. കിളിപോയ കാര്യം പറഞ്ഞപ്പോഴാണ് കിളികളെയും പക്ഷികളെയും ഒക്കെ സ്നേഹിക്കുന്ന രീതിയിലുമുണ്ട് ഞങ്ങളുടെ നാട്ടിലെ പേര്. പന്നിമറ്റം, മീനിടം, പട്ടിത്താനം, എരുമപ്പെട്ടി, കാക്കത്തോട്, മൂങ്ങാക്കുഴി, മൂങ്ങാനി, എലിവാലി, സിംഹവനം, അങ്ങനെ നീളുകയാണ്. പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന രീതിയിലുള്ള ഞങ്ങളുടെ നാട്ടിലെ പേരുകൾ. പക്ഷെ പേരുകൾ ഇങ്ങനെ നീണ്ടു പോയാലും കാര്യമൊന്നുമില്ല. ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് KSRTC ബസ്സുകളിൽ ഈ സ്ഥലപ്പേര് വെക്കുന്നത് മാറ്റിയിട്ട് നമ്മളെ തമിഴ്നാട്ടിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, നമ്പർ വെച്ചിട്ട് ബസ് സ്ഥലങ്ങളിലേക്ക് ഡിനോട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. അതുപോലെ നമ്പർ വെച്ചിട്ടാണ് കോഡുകൾ വരാൻ പോവുകയാണ്. നമ്മുടെ KSRTC ബസ്സിൽ ഇനി ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആ കോഡുകൾ ഉപയോഗിക്കണം. നമ്പറും ലെറ്റേഴ്സും ചേർത്തുള്ള കോഡുകളാണ്. ഏകദേശം 912 കോഡുകളാണെന്ന് തോന്നുന്നു രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി കോഡുകൾ വെച്ചാണ് KSRTC ബസ്സിലെ യാത്ര. ആ യാത്ര നമുക്ക് തുടങ്ങാനായിട്ട് കാത്തിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മോർണിംഗ് ഡ്രൈവിന്റെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ അത്ര കാത്തിരിക്കേണ്ട കാര്യമില്ല. മോർണിംഗ് ഡ്രൈവ് തുടരുകയാണ്. കൂടെയുള്ളത് ലീജ, ലിലിയ.